പ്രവാസ ജീവിതത്തിലെ ഒരു ദിവസം എങ്ങനെയാണ് നോക്കുക. ഡ്യൂട്ടിക്ക് പോണിന്റെ 1 മണിക്കൂർ മുന്നേ അലാറം അടിക്കുന്നു, എണീക്കുന്നു. പിന്നത്തെ പരിപാടി ഈ കുളിക്കലാണ്. അതിന് തലേന്ന് ബക്കറ്റിൽ പിടിച്ചു വെച്ച വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കുളിക്കണം. പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം കൊണ്ട് കുളിച്ചാൽ ഞാൻ ആകെ ഫ്രൈ ആയി. ഡ്യൂട്ടിക്ക് പോണിന്റെ 1/4 മണിക്കൂർ മുന്നെങ്കിലും എണീക്കണം. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അലാറം ഓഫ് ആക്കിയിട്ട് തന്നെ എന്നാണോ നാട്ടിൽ പോണത് അന്നേ അത് ഓഫ് ആക്കുള്ളൂ, അല്ലെങ്കിൽ വലിയ ലോട്ടറി അടിക്കണം. കുളി കഴിഞ്ഞ് വന്നാണ്ട് ഞാൻ വേഗം ഡ്രസ്സും അപ്പോഴാണ് ഞാൻ ക്യാമറ വെച്ചിട്ട് ബാക്കിൽ നിന്നാണ്ട് ഇവൻ വന്നാണ്ട് ഇങ്ങനെ ശരിയാക്കും. ഉറക്കത്തിന് വെച്ചാണ്ട് ഇവനും തന്നെ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. പിന്നെ ഡ്യൂട്ടിക്ക് പോകാനും വേണ്ടി ഇറങ്ങി. ചൂടിന്റെ ശക്തി കാരണം പുല്ലൊക്കെ ഉണങ്ങി പോയിക്കണം. ഇത് പിന്നെ ഷോപ്പിക്ക് പുതിയ വന്ന ആളാണ്, അസീസ്ക ഫ്രം കോഴിക്കോട്. സ്ലോ മോഷനെ കിട്ടാണ്ട് ഞാൻ വേഗം ഷോപ്പിലെത്തി. ആ ചൂടത്തുനിന്ന് ഇങ്ങനെ വന്നാണ്ട് ആ വാതിൽ തുറന്നാണ്ട് ഉള്ളിലേക്ക് കയറുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഷോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ പോരോളം പണി തന്നെയാണ്. ഫസ്റ്റ് ഓർഡർ ഇവനക്ക് കൊടുത്തത്. പിന്നെ നേരെ കിച്ചന്റെ ഉള്ളിൽ. ഇവിടെ പോയി നമുക്കൊരു കോമഡി പറയുകയാണെങ്കിലും ഹിന്ദി തന്നെ പറയണം. ചിരിക്കലും വേണം ഹിന്ദി തന്നെ ചിരിക്കും. ഹിന്ദിയിൽ എങ്ങനെ ചിരിക്കാന്നില്ല അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ, അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഒന്നും സ്ഥിരമായിട്ട് വരുന്ന സ്ഥിരം കസ്റ്റമർ ഇവൻ അതിൽ പെട്ടത്. എന്നും വന്നാണ്ട് പുങ്ങിയ മുട്ടിന്റെ വെള്ളം മാത്രം തിന്നു. ഇപ്പൊ ജിമ്മിനും ഉണ്ട്, അതുകൊണ്ടാണ്. അത് മാത്രല്ല നാട്ടിൽ പോയിട്ട് പെണ്ണിട്ടാനും കൂടി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിൽ നാളെ കുളിക്കാനുള്ള വെള്ളം ബക്കറ്റിൽ പിടിച്ചു. പിന്നെ കടന്നുറങ്ങണേ. ഇതാണ് ഇവിടുത്തെ ഒരു